പ്രിയമുള്ളവരെ, എല്ലാവർക്കും നമസ്കാരം. ബാലിയൻ്റെ ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ വീഡിയോ ഹൈപ്പ് ചെയ്യുക. നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നത് ഏന്തിയാർ ശുഭാനന്ദ ആശ്രമത്തിലേക്കാണ്. ആത്മബോധോദയ സംഘം ശ്രീ ശുഭാനന്ദ ട്രസ്റ്റിൻ്റെ കീഴിലുള്ള ശ്രീ ശുഭാനന്ദ ആശ്രമം, ഇതിൻ്റെ ഹെഡ് ഓഫീസ് ചെറുകോലാണ്, മാവേലിക്കരയ്ക്കടുത്തുള്ള ചെറുകോല്. ഇവിടുത്തെ ഏന്തിയാർ ശാഖയുടെ ഏന്തിയാറിലെ ശ്രീ ശുഭാനന്ദ ആശ്രമത്തിലേക്കാണ് നമ്മുടെ യാത്ര. ഏന്തിയാർ ശ്രീ ശുഭാനന്ദ ആശ്രമത്തിൻ്റെ 38ാമത് വാർഷിക മഹാമകം 2026 ജനുവരി 8 മുതൽ 10 വരെ, 1101 ധനു 24 മുതൽ 26 വരെ വിവിധ കാര്യപരിപാടികളോടുകൂടി ആഘോഷിക്കുകയാണ്. ആശ്രമത്തിലെ ഈ വർഷത്തെ വാർഷിക പരിപാടികളെക്കുറിച്ച് ജോയിൻറ്റ് സെക്രട്ടറി ആദർശും അതോടൊപ്പം തന്നെ ശ്രീ ശുഭാനന്ദാശ്രമ ഏന്തിയാറിൻ്റെ സ്വാമിജി പ്രജ്ഞാനന്ദയും നമ്മളോട് സംസാരിക്കുന്നുണ്ട്. അദ്ദേഹം ഈ പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും ക്ഷണിക്കുന്നതുമാണ് നമ്മുടെ വീഡിയോയിലുള്ളത്. വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ കാണാൻ ശ്രമിക്കുക, സ്കിപ്പ് ചെയ്ത് കാണരുത്. കലിയുഗമെന്ന അജ്ഞാന ലോകത്തിൽ നിന്നും മനുഷ്യാത്മാക്കളെ വീണ്ടെടുക്കുവാൻ നിഷ്കളങ്ക ജ്ഞാന ഖഡ്ഗയായി തിരുവാവതാരം ചെയ്ത ജഗദീശനാകുന്നു ഭഗവാൻ ബ്രഹ്മശ്രീ ശുഭാനന്ദ ഗുരുദേവ തിരുവടികൾ. ലോകാവസാനം വരെ മനുഷ്യാത്മാക്കളുടെ പൊതുസ്വത്തായി ഭഗവാൻ സ്ഥാപിച്ച ആദർശമാകുന്നു ആത്മബോധോദയ സംഘം. ആത്മബോധോദയ സംഘത്തിൻ്റെ ഏന്തിയാർ ശാഖയായ ശ്രീ ശുഭാനന്ദ ആശ്രമമാണിത്. സ്വാത്വികമായ അറിവു നൽകി സത്യത്തിൽ തന്നെ ഉറച്ചുയർന്നിടാൻ കാരുണ്യവാരിധിയായ ഗുരുവരൻ കരുണയാൽ കരുതുന്നു എല്ലാമെല്ലാം. കടലോളം സ്നേഹത്തെ നൽകിയിടുന്നു, കരളിൽ വസിക്കുന്നു ആനന്ദമായി. ഇതുപോലെ കരുതുവാൻ അങ്ങല്ലാതെ ഇഹലോകേ ആരുമില്ലെൻ്റെ നാഥ. ഇഹ പരലോകത്തിൻ്റുടമസ്ഥനെ ഇഹലോകേ വന്നു വസിപ്പവനെ എങ്ങനെ വർണ്ണിക്കും ആത്മനാഥ, എങ്ങനെ വാഴ്ത്തിയിടും കാരുണ്യത്തെ. അന്തമില്ലാതുള്ള കാരുണ്യത്തെ അഗതികൾക്കായി ചൊരിയുന്നോനെ. ആദിയന്താനന്ദരൂപനല്ലോ അന്ത്യത്തിൽ ഖഡ്ഗിയായി വന്നുദിച്ചു. എല്ലാം നടത്തുവാൻ എല്ലാത്തിലുമായി എല്ലാവർക്കുമായി വാഴുന്നിതാ നാഥൻ വാഴുന്നിതാ. കരുണയാൽ കരുതലായി വാഴുന്നിതാ നാഥൻ വാഴുന്നിതാ. കരുണയാൽ കരുതലായി വാഴുന്നിതാ. കാരുണ്യവാരിധിയായ ഗുരുവരൻ കരുണയാൽ കരുതുന്നു എല്ലാമെല്ലാം. കടലോളം സ്നേഹത്തെ നൽകിയിടുന്നു, കരളിൽ വസിക്കുന്നു ആനന്ദമായി.
നമസ്കാരം. നിങ്ങളൊരു ഞാനിപ്പോൾ നിൽക്കുന്നത് ENTR ശുഭാനന്ദ ആശ്രമത്തിലാണ്. ഈ ശുഭാനന്ദ ആശ്രമത്തെക്കുറിച്ചും ENTRനെ കുറിച്ചും ENTRിലുള്ള ശുഭാനന്ദ ആശ്രമത്തിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ചും നമുക്ക് ഈ ആശ്രമത്തിൻ്റെ ജോയിൻറ്റ് സെക്രട്ടറിയായ ശ്രീ ആദർശനോട് ചോദിച്ച് നമുക്ക് മനസ്സിലാക്കാം. അതോടൊപ്പം തന്നെ ഈ വർഷത്തെ 2025 നിന്ന് 26 കിടക്കുകയാണ്. ഈ 2026 ആഘോഷങ്ങളെക്കുറിച്ചും വാർഷിക മഹാമഹത്തെക്കുറിച്ചുമുള്ള കൂടുതൽ വിവരങ്ങൾ നമ്മൾ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്കായി പരിചയപ്പെടുത്തുകയാണ്. നമസ്കാരം. ബ്രഹ്മശ്രീ ശുഭാനന്ദ ഗുരുദേവ തിരുവടികളാൽ സ്ഥാപിതമായ ആധ്യാത്മിക സംഘടനയാണ് ആത്മോദയ സംഘവും ശുഭാനന്ദ ആശ്രമവും. ശുഭാനന്ദ ഗുരുദേവ തിരുവടികളാൽ സ്ഥാപിതമായ ആത്മോദയ സംഘത്തിന്റെ കേന്ദ്ര സ്ഥാപനം മാവേലിക്കര ചെറുകോൽ പ്രദേശത്ത് ശുഭാനന്ദാശ്രമം കഴിഞ്ഞ ഒരു നൂറ്റാണ്ടുകളായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ശാഖയായി ENTR പ്രദേശത്ത് ഭഗവാനാൽ സ്ഥാപിതമായ ശുഭാനന്ദാശ്രമം ENTR ശാഖയുടെ 38ാമത് വാർഷികത്തിലേക്ക് എത്തുകൊണ്ടിരിക്കുകയാണ്. ജനുവരി മാസം 8, 9, 10 തീയതികളിൽ അതിൻ്റെ വാർഷികം. ഇന്ന് ആത്മബോധയ സംഘത്തിൻ്റെയും ശുഭാനന്ദാശ്രമത്തിൻ്റെയും മഠാധിപതിയായിരിക്കുന്ന ബ്രഹ്മശ്രീ ദേവാനന്ദ ഗുരുദേവ തിരുവടികളുടെ വികസന പ്രകാരം നഷ്ടപ്പെടുകയാണ്. ശുഭാനന്ദാശ്രമത്തെയും ആത്മബോധയ സംഘത്തെ പറ്റി പറയുകയാണെങ്കിൽ 143 വർഷങ്ങൾക്ക് മുമ്പ് മാവേലിക്കര കുട്ടമ്പേരൂർ എന്ന പ്രദേശത്ത് ജനിച്ച് പിൻകാലങ്ങളിൽ ഭാരതത്തിൻ്റെ നവോത്ഥാന പ്രസ്ഥാനങ്ങളുമായി ചേർന്ന് പ്രവർത്തിക്കുകയും ആധ്യാത്മികപരമായി കേരള സമൂഹത്തിലേക്കും പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹത്തിലേക്കും ഒക്കെ വളരെയധികം സംഭാവന ചെയ്തിട്ടുള്ള ഒരു ആളാണ് ബ്രഹ്മശ്രീ ശുഭാനന്ദ ഗുരുദേവ തിരുവടികൾ. എന്നാൽ കാലത്തിൻ്റെ കടന്നുപോക്കിൽ ഭഗവാൻ ജനിച്ചത് സാമ്പത്തിക കുലത്തിലായകയാൽ ഭഗവാന്റെ ആ പ്രവർത്തനങ്ങളെ ഒന്നും തന്നെ പൊതുസമൂഹത്തിലേക്ക് അത്ര കണ്ട് അറിയപ്പെട്ടിട്ട് ചെയ്യുന്നില്ല. എങ്കിൽ പോലും ശുഭാനന്ദ ഗുരുദേവന്റെ ആദർശം എന്ന് പറയുന്നത് ഗുരുപരമ്പരകളിലൂടെ ഭാരത സംസ്കാരത്തെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അതുപോലെ തന്നെ ഗുരുപരമ്പരകളിലൂടെ നടത്തപ്പെടുന്ന ഒരു പ്രസ്ഥാനമാണ്. അത് ആധ്യാത്മികമായി തികച്ചും ആദ്യന്തം ആധ്യാത്മികപരമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. മറ്റു തരത്തിലേക്കുള്ള യാതൊരു പ്രവർത്തനങ്ങളിലേക്കും പോവാതെ ആധ്യാത്മികപരമായി മനുഷ്യരിലുള്ള അറിവുകളിനെ അനാചാരത്തെ ഒഴിവാക്കിക്കൊണ്ട് എപ്രകാരം ഒരു മനുഷ്യനെ മുമ്പോട്ട് നയിക്കാൻ അവൻ്റെ ജീവിതചര്യയെ വൃത്തിയാക്കിക്കൊണ്ട് നല്ലൊരു ജീവിത മാർഗത്തെ നൽകി അതിന് ഉത്തമമായ ഒരു മനുഷ്യനാക്കി തീർക്കുക എന്നുള്ളതാണ് ആത്മബോധ സംഘത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യം. ഈ പ്രസ്ഥാനത്തെ പറ്റി പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു ആധ്യാത്മിക സംഘടനയെ പറ്റി പറയുകയാണെങ്കിൽ ഇതിൽ അംഗമായി ചേരുക എന്നത് ഇതിൽ നിന്നും ശിഷ്യത്വം സ്വീകരിക്കുക അല്ലെങ്കിൽ സത്യോപദേശം സ്വീകരിക്കുക എന്നുള്ളത് തൊട്ട് തുടങ്ങുന്ന കാര്യമാണ്. അപ്രകാരം സത്യോപദേശം സ്വീകരിച്ച ശിഷ്യന്മാർ അല്ലെങ്കിൽ ഭക്തന്മാർ മദ്യപാനം, വ്യഭിചാരം, ഹിംസ, പരോപദ്രവം, വിഗ്രഹാരാധന, ശരീരാരാധന പിന്നെ പഞ്ചമഹാഭാവങ്ങൾ ഒഴിവെക്കുക എന്നുള്ളത് കുടുംബശുദ്ധി, ശരീരശുദ്ധി, ചിന്താശുദ്ധി, മനഃശുദ്ധി, ആത്മശുദ്ധി എന്ന പഞ്ചശുദ്ധ വഴിയിലൂടെ ജീവിച്ച് മുമ്പോട്ട് പോയി അപ്രകാരം അവനവന്റെ ഉള്ളിൽ അവനവന്റെ ഈശ്വരനെ കാണുക എന്നുള്ള ഒരു ഈശ്വര സാക്ഷാത്കാരം മോക്ഷത്തെ സാധാരണ ജീവിതത്തിൽ കൂടി സ്വായത്തമാക്കുക എന്നുള്ള ആത്മബോധ സംഘത്തിന്റെ ആത്യന്തികമായ പ്രവർത്തനമാണ്. ബ്രഹ്മശ്രീ ശുഭാനന്ദ ഗുരുദേവ തിരുവടികൾ 1915 മുതൽ 18 വരെ നമ്മുടെ നീലമേട് പ്രദേശത്തുള്ള കമുതിരിയിൽ ഇന്നറിയപ്പെടുന്ന കരുതിരി മലകളിൽ 3 വർഷക്കാലത്തോളം 2 വർഷവും 11 മാസവും 22 വർഷക്കാലവും തപസ്സനുഷ്ഠിക്കുകയും 22 ദിവസവും തപസ്സനുഷ്ഠിക്കുകയും അതിനുശേഷം പൊതുരംഗത്തേക്ക് ഇറങ്ങി വന്നതെന്നാണ് ഈ ആത്മബോധ സംഘം സ്ഥാപിച്ചത്. ആ കാലത്ത് തന്നെ നമുക്ക് ചരിത്രം പരിശോധിച്ചാൽ ENTR പ്രദേശത്തും അന്നത്തെ തോട്ടങ്ങളുടെയിലൊക്കെയും ശുഭാനന്ദ ഗുരുദേവൻ ശിഷ്യന്മാരുള്ളതായിട്ട് നമുക്ക് ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ശുഭാനന്ദ ഗുരുദേവന്റെ ആ തിരുശീല വാഴ്ചക്കാലത്ത് തന്നെ അതിനുശേഷം തൻ്റെ സമാധിക്ക് ശേഷം ആത്മോദയ സംഘത്തിന്റെ മഠാധിപതിയായി ശുഭാനന്ദ ദിവ്യോത്സവ ഉൾക്കൊണ്ട് വാണ്ടിരുന്ന ആനന്ദജീവ കൂടിയാണ് ഈ പ്രദേശത്തെ ആധ്യാത്മിക പ്രവർത്തനങ്ങൾ കൂടുതൽ ഊർജ്ജവത്താക്കുന്നത്. അന്ന് ആനന്ദജീവിതയുടെ വികസന പ്രകാരം ഇവിടേക്ക് കടന്നു വന്ന മാധവിയമ്മയും അന്നത്തെ ഇവിടുത്തെ അമ്മയ്യ സ്വാമി പിൻകാലത്ത് ആനന്ദത്വ സ്വാമികൾ എന്നറിയപ്പെട്ടിരുന്ന ആ ആനന്ദത്വ സ്വാമികളിലൂടെയുമാണ് ENTR പ്രദേശത്ത് പ്രാരംഭ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത്. അങ്ങനെ 38 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഒരു ആശ്രമവും അതിന്റെ കാര്യങ്ങളൊക്കെയും തുടക്കം കുറിച്ചു. ഇന്നിപ്പം ഈ കാണുന്ന തരത്തിലുള്ള കെട്ടിടങ്ങളും സൗകര്യങ്ങളും എല്ലാം ഈശ്വര കാരണത്തിൽ കൂടി ഇവിടെ ഉണ്ട്. ഇതെല്ലാം തന്നെ ഇവിടെ വരുന്ന നേർച്ചധനം കൊണ്ടും ഈ ആശ്രമത്തിന്റെ അല്ലെങ്കിൽ ആധ്യാത്മിക പ്രസ്ഥാനത്തിന്റെ നേർച്ചധനം കൊണ്ട് ഞങ്ങളുടെ ഗുരുനാഥൻ ഓരോരോ സമയങ്ങളിലായി സ്വീകരിച്ചു വന്ന മഠാധിപതിമാരെ കൂടി സ്ഥാപിച്ചിട്ടുള്ളതാണ്. അത് മറ്റൊരു തലത്തിൽ കൂടി സാധിച്ചതൊന്നും അല്ലേ ഉള്ളത്. എല്ലാം നേർച്ചധനം കൊണ്ട് സാധ്യമാക്കിയതാണ്. ആനന്ദജീവിതയുടെ കാലത്ത് ഈ ആശ്രമത്തിന്റെ പണികാര്യം തുടക്കം കുറിക്കുകയും
പിന്നീട് അതിനുശേഷം വന്ന ഗുരുപ്രസാദ് ഗുരുദേവയുടെ കാലത്ത് ഈ ആശ്രമത്തിന് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. പിന്നീട് സദാനന്ദ ഗുരുദേവയുടെ കാലത്ത് ഈ ബാക്കി വേണ്ടുന്ന ഭൗതികമായ കാര്യങ്ങളൊക്കെ ഒരുക്കുകയും ഈ എൻ്റെ പ്രദേശത്തെ പറ്റി പറയുകയാണെങ്കിൽ ഇവിടെ അനവധി ദേവാലയങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇന്നാണ് പല ദേവാലയങ്ങൾക്കും കൊടിമരവും അല്ലെങ്കിൽ ധ്വജപ്രതിഷ്ഠയൊക്കെ പോലെയുള്ള കാര്യങ്ങൾ അധികാലവും ആയില്ല നമ്മുടെ പ്രദേശത്ത് വന്നിട്ട്. നമുക്ക് പരിശോധിക്കുകയാണെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കും, ഏന്ത്യ പ്രദേശത്ത് ആദ്യമായി ഒരു കൊടിമരവും ധ്വജപ്രതിഷ്ഠയും ഉണ്ടാകുന്നത് ശിവാനന്ദാശ്രമത്തിലാണ്. അത് സാധ്യമായത് അന്നത്തെ മഠാധിപതിയായിരുന്ന ബ്രഹ്മശ്രീ സദാനന്ദ ഗുരുദേവയുടെ കാലത്ത് 2000 വർഷത്തെ ആ കാലഘട്ടത്തിലാണ് ഇവിടെ ഒരു കൊടിമരം ഉണ്ടാകുന്നത്. പിന്നീട് ഉള്ള പ്രവർത്തനങ്ങളൊക്കെ ഊർജ്ജവത്തായി നടന്നു പോന്നിരുന്നു. ഇന്ന് ആത്മോദയ സംഘത്തിന്റെ മഠാധിപതിയായിരിക്കുന്ന ദേവാനന്ദ ഗുരുദേവ തിരുവടികളുടെ തിരുവാഴ്ച തുടങ്ങിയ ആ സമയത്താണ് ഇപ്പോൾ നമ്മൾ ഈ നിൽക്കുന്ന തപോശതാബ്ദി സ്മാരക മന്ദിരവും പോലെയുള്ള മറ്റു പ്രവർത്തനങ്ങളൊക്കെയും ഈ ഒരു ആസ്തികളൊക്കെ ഇവിടെ വന്നു ചേർന്നത്. ഈ നിൽക്കുന്ന ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ശിവാനന്ദ ഗുരുദേവൻ തപസ് അനുഷ്ഠിച്ചത് 1915 മുതൽ 15 വരെയാണ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അതിന്റെ തപോ സമാപ്തിയുടെ ശതാബ്ദി വർഷം 2018 ആഘോഷിച്ചു. 2018 മുതൽ 2019 വരെ ആ കാലയളവിലാണ് ഇങ്ങനെ ഒരു തപോശതാബ്ദി സ്മാരക മന്ദിരം ഒരു പഠന കേന്ദ്രമാക്കിക്കൊണ്ട് ഇവിടെ സ്ഥാപിക്കുന്നത്. ഇവിടെ എല്ലാ ഞായറാഴ്ചയും കുട്ടികൾക്കുള്ള ആധ്യാത്മിക ക്ലാസ് നടന്നു വരുന്നു. അതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ആൾ തുറന്നു കൊടുക്കാറുണ്ട്. മറ്റ് ഈ പ്രദേശവാസികൾക്കൊക്കെ ഉപകാരപ്രദമാകുന്ന വിധത്തിലാണ് ഈ ഒരു ഹോളും കാര്യങ്ങളൊക്കെ പ്രവർത്തിച്ചു വരുന്നത്. നമ്മുടെ ആശ്രമത്തെ പറ്റി പറയുകയാണെങ്കിൽ ആശ്രമം ഇവിടെ 38 വർഷമായി ഈ ആശ്രമം ഇവിടെ നിലകൊള്ളുന്നു. എല്ലാ ഞായറാഴ്ചകളിലും പൊതുവാരാധനകളും വെള്ളിയാഴ്ചകളിൽ ഉൾക്കൊണ്ടു നിൽക്കുന്ന കുടുംബങ്ങളിൽ കുടുംബാരാധന വരുന്നു. ഈ ഞായറാഴ്ച ആരാധന ഇതൊക്കെ പറയുകയാണെങ്കിൽ ഇതെല്ലാം തികച്ചും ആധ്യാത്മികമായ ഉണർവ് മനുഷ്യന് എങ്ങനെ കൊടുക്കാം എന്നുള്ളതിനെ പറ്റി ഉൾക്കൊണ്ടുവന്നുള്ള പ്രവർത്തനങ്ങളാണ്. ഇവിടെ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്ന ശ്രീനാരായണ തത്വത്തിൽ ഒതുങ്ങി നിന്നുകൊണ്ടുള്ള പ്രവർത്തനം നടക്കുന്നത്. യഥാർത്ഥ ശ്രീനാരായണീയ ആത്മോദയ സംഘാംഗങ്ങളാണെന്ന് പറയാൻ ഒരു തരത്തിൽ നമുക്ക് മടി വേണ്ടുന്ന കാര്യമില്ല. കാരണം ഗുരുദേവൻ പറഞ്ഞതുപോലെ മദ്യപിക്കരുതെന്ന് പറഞ്ഞു. ഇവിടെ ആത്മോദയ സംഘത്തിൽ ഉൾക്കൊണ്ട് നിൽക്കുന്ന സുഖാന്റെ വിശ്വാസികൾ മദ്യപിക്കാറില്ല, മറ്റു പ്രവർത്തനങ്ങൾക്ക് പോകാറില്ല. അതുപോലെ തന്നെ ആരാധനകൾ കൃത്യമായി പങ്കെടുക്കുകയും സ്ത്രീ പുരുഷ ഭേദമന്യേ കുടുംബത്തിലുള്ള എല്ലാവരും എത്തിച്ചേർന്ന് പലപ്പോഴും പല ആരാധന കേന്ദ്രങ്ങളിലും സ്ത്രീകൾ മാത്രമായിരിക്കാം ആരാധനയ്ക്ക് പോകുന്നത്, പുരുഷന്മാർ പോകാറില്ലായിരിക്കും. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ സ്ത്രീ പുരുഷ ഭേദമന്യേ എല്ലാവരും കുടുംബത്തിൽ എത്തി ചേർന്ന് തന്നുകൊണ്ട് ഞായറാഴ്ച ആരാധനകൾ ദുരന്തക്കുന്ന സ്ഥിതികൾ നടത്തപ്പെടുന്നു. അങ്ങനെയുള്ള പ്രവർത്തനങ്ങളൊക്കെ നടത്തി വരികയാണ്. ഇപ്പോൾ ഇതിന്റെ 38ാമത് വാർഷികം ഭഗവാൻ ഇന്ന് നാഴുന്ന ദേവാനന്ദ ഗുരുദേവ ഇവിടെ കൂടി സ്ത്രീകൾക്ക് പുറപ്പെടുവിച്ച് അതിന്റെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ പ്രവർത്തനമാണ് നിങ്ങളിപ്പോൾ കണ്ടത്. ജനുവരി മാസം 8-ാം തീയതി രാവിലെ 10 മണിക്ക് ശ്രീ ശിവാനന്ദാശ്രമത്തിലെ സന്യാസി ഇവിടെ ഭഗവാനെ ഏൽപ്പിച്ചിരിക്കുന്ന ഇവിടുത്തെ പ്രവർത്തനം ഏൽപ്പിച്ചിരിക്കുന്ന സ്വാമി പ്രജ്ഞാനന്ദജിയാണ്. അദ്ദേഹത്തിൽ കൂടി തൃക്കൊടി ഉയർത്തുന്നു. അതിനുശേഷം അന്ന് ഉച്ചകഴിഞ്ഞ് ഒരു യുവജന സമ്മേളനം നമ്മുടെ ബ്ലോക്ക് മെമ്പർ ശ്രീ കിരൺരാജാണ് ഇത് ഉദ്ഘാടനം ചെയ്യുന്നത്. അതിനുശേഷം ആ യുവജന സമ്മേളനത്തിലെ മുഖ്യപ്രഭാഷണം ഡോക്ടർ ആനന്ദനിൽ വല്ലൂർ എന്നുള്ള നമ്മുടെ ഡോക്ടറാണ്. അദ്ദേഹമാണ് അതിൻ്റെ മുഖ്യപ്രഭാഷണം. 2ാം ഉത്സവ ദിനമായ 9-ാം തീയതി രാവിലെ കുട്ടികളുടെ ബാല കൗമാര പ്രായക്കാരുടെ ഒരു സമ്മേളനം. അതിനുശേഷം ഉച്ച കഴിഞ്ഞ് വൈകിട്ട് 5 മണിയാകുമ്പോൾ നമ്മുടെ ഏരിയ ടൗണിൽ ശ്രീ ചെല്ലിയമ്മാൾക്കൂർ സന്നിധിയിൽ വെച്ച് നമുക്കൊരു ഭക്തിയാനസുധ എന്ന് പറയുമ്പോൾ നമ്മുടെ അത് അവതരിപ്പിക്കുന്നത് നമ്മുടെ ഏഷ്യാനെറ്റ് സ്റ്റാർ സിംഗർ, കേരള TV ഗന്ധർവ സംഗീതം ഫെയിം, ഫ്ലവേഴ്സ് മ്യൂസിക്കൽ റൈറ്റ് ചാപ്റ്റർ 5-ലെ വിജയ് ശ്രീകുട്ടി പ്രശാന്ത് വള്ളികുന്നം ആണ് ആ ഭക്യാനസുധ അവതരിപ്പിക്കുന്നത്. 5 മണിക്കത് ആരംഭിക്കും ആ ഭക്യാനസുധ. അതിനുശേഷം 6:30-ക്ക് സാംസ്കാരിക സമ്മേളനം. നമ്മുടെ നാട്ടിലെ നമ്മുടെ പ്രദേശവാസികളായിട്ടുള്ള പ്രദേശത്ത് പ്രവർത്തിക്കുന്ന എല്ലാ ആധ്യാത്മിക സംഘടനകളുടെയും അതിൻ്റെ ആചാര്യന്മാർ പങ്കെടുക്കുന്നുണ്ട്. അതിനകത്ത് അതിൻ്റെ അധ്യക്ഷപദം വഹിക്കുന്നത് ആത്മോദയ സംഘം ജനറൽ സെക്രട്ടറി സ്വാമി നീലാനന്ദജി. ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് ഏവർക്കും അറിയാവുന്ന നമ്മുടെ സ്വാമി ആത്മദാസ് യോഗിയാണ്. ആത്മദാസ് യോഗിയെ പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹം ഓംസ് ഫങ്ഷനിങ് ഓംസിന്റെ അധ്യക്ഷനും ആണ്. യൂട്യൂബിലൊക്കെ അദ്ദേഹത്തിന് അനേകം പ്രഭാഷണങ്ങളുണ്ട്. കേരളത്തിലെ എല്ലാവരിലും ജനശ്രദ്ധേയനായ ഒരു പ്രഭാഷകനാണ് സ്വാമി ആത്മദാസ് യോഗി. അദ്ദേഹമാണ് അതിൻ്റെ ഉദ്ഘാടനം. മുഖ്യ പ്രഭാഷണം നടത്തുന്നത് സ്വാമി വേദാനന്ദജി, ആത്മോദയ സംഘത്തിന്റെ ട്രസ്റ്റിയാണ്. പിന്നെ അതിൽ നമ്മുടെ നാട്ടിൽ നമ്മുടെ പ്രദേശവാസികളായിട്ടുള്ള നമ്മുടെ ശശി സാറിനെ, ശശിധരൻ സാറിനെയും സുധാകരൻ സാറിനെ ആദരിക്കുന്നു. അതിനുശേഷം നമ്മുടെ നാട്ടിൽ നിന്ന് ആദ്യമായി നാഷണൽ തലത്തിൽ പങ്കെടുക്കാൻ സ്പോർട്സ് മീറ്റിൽ പങ്കെടുത്ത കുട്ടികളുണ്ട് ജയജയമാഷ്ടി സ്കൂളിലെ, അവരെ ആദരിച്ചതിന് ശേഷം
നമ്മുടെ ലത്തീൻ പള്ളിയിലെ അച്ഛൻ റവൻ ഫാദർ സീവർ മാമൂട്ടിൽ, SNDP ശാഖ പ്രസിഡന്റ് CN വിശ്വനാഥൻ, സന്യാസി വീർമാഞ്ചിയമ്മ, ബദ്രിയ മുസ്ലിം ജമാഅത്ത് ANTR മൗലവി സുലൈമാൻ സാദി, വാർഡ് മെമ്പർ KR രാജി, ANTR ശ്രീ ചെല്ലിയമ്മാൾ കോവിൽ ദേവസ്വം പ്രസിഡന്റ് ശ്രീ ചന്ദ്രൻ മരുതിക്കാട് എന്നിവർ പങ്കെടുക്കുന്ന ഒരു വിപുലമായ സാംസ്കാരിക സമ്മേളനം നമ്മുടെ ANTR ടൗണിൽ ചെല്ലിയമ്മാൾ കോവിൽ സന്നിധിയിൽ വെച്ച് നടത്തപ്പെടുന്നു. അതിനുശേഷം 10-ാം തീയതിയാണ് നമ്മുടെ മെയിനായിട്ടുള്ള വാർഷിക ദിവസം. അന്നേ ദിവസം രാവിലെ 9 മണിക്ക് ചെല്ലിയമ്മാൾ കോവിൽ സന്നിധിയിൽ നിന്നും ആരംഭിക്കുന്ന നാമസംഗീതന ഘോഷയാത്ര ടൗൺ ചുറ്റി ആശ്രമത്തിൽ എത്തിച്ചേരുകയും അതിനുശേഷം നടത്തപ്പെടുന്ന വാർഷിക പൊതു സമ്മേളനം സ്വാമി ഗീതാനന്ദജിയുടെ അധ്യക്ഷതയിൽ കൂടുകയും പഞ്ചായത്ത് പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്യുകയും ചെയ്യപ്പെടുന്ന മഹനീയമായ ഒരു പൊതുസമ്മേളനമുണ്ട്. അതിനുശേഷം നാളുവരെ വർഷങ്ങളിലേതുപോലെ തന്നെ നമ്മുടെ പ്രദേശവാസികളെയും വിശ്വാസികളെയും എല്ലാവരെയും നാനാവിധത്തിലുള്ള എല്ലാ മനുഷ്യരെയും ഉൾക്കൊള്ളിച്ചുള്ള സമൂഹ സദ്യ നമുക്ക് അറിയാം. ശുഭാനന്ദാശ്രമ പ്രവർത്തനം കുറിച്ച കാലം മുതൽ ഈ ദിവസം ഈ ജനുവരി 10-ാം തീയതി ഇവിടെ സമൂഹത്തിൽ നടത്തപ്പെടുന്നു. എന്നാൽ നമ്മുടെ നാട്ടിലെ എല്ലാവരും പങ്കെടുക്കുന്നതാണ്. ഇത്തവണയും അതുണ്ട്. സമൂഹ സദ്യ ഉച്ചയ്ക്ക് 1 മണിയാകുമ്പോൾ ഇവിടെ വെച്ച് സമൂഹ സദ്യയും എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇത്തവണത്തെ വാർഷിക പരിപാടികൾ. ദൈവമേ അങ്ങേ മറന്നിടുവാൻ എന്നാൽ കഴിവില്ലേ പ്രാണനാഥ, കാരുണ്യക്കാതലേ അങ്ങേ മാത്രം ആശ്രയിച്ചിടും എൻ്റെ ആത്മനാഥ. നമ്മുടെ ശുഭാനന്ദാശ്രമത്തിൻ്റെ ANTR ശാഖയുടെ 38-ാമത് വാർഷികം ജനുവരി 8, 9, 10 എന്ന തീയതികളിൽ നടക്കുകയാണ്. ശുഭാനന്ദാശ്രമത്തിനെ പറ്റിയും ആത്മബോധോദയ സംഘത്തെപ്പറ്റിയും നമ്മുടെ ANTR ശാഖയുടെ ജോയിൻറ്റ് സെക്രട്ടറി ആദർശ് വേണ്ട വിധം സംസാരിച്ചു കഴിഞ്ഞു. അപ്പോൾ 8, 9, 10 തീയതികളിൽ നടക്കുന്ന എല്ലാ കർമ്മങ്ങളിലും പൊതുസമ്മേളനം, അന്നദാനം, അതുപോലെയുള്ള ഓരോ കർമ്മങ്ങളിലും ഇത് ശ്രവിക്കുന്നതും കാണുന്നതുമായ എല്ലാ ആത്മസന്തതികളും വന്ന് പങ്കുചേരണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു.